ഈശ്വരനില്ല, പടച്ചോനില്ല, അള്ളാഹു ഇല്ല എന്ന് പറയുന്നത് കേവലം ഒരു വിശ്വാസം മാത്രമാണ്. ശാസ്ത്രം ഉപയോഗിച്ചോ, യുക്തി ഉപയോഗിച്ചോ, പ്രോബബിലിറ്റി ഉപയോഗിച്ചോ, സാധ്യതാ ശാസ്ത്രം ഉപയോഗിച്ചോ തെളിയിക്കാൻ സാധിക്കില്ല അത്. അതോടൊപ്പം തന്നെ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നത്, ദൈവമുണ്ടെന്ന് പറയുന്നത്, ഈശ്വരനുണ്ടെന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. ശാസ്ത്രത്തിന്റെ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഭൂമികക്കപ്പുറത്ത് നിൽക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമാണത്. അതും ഒരു വിശ്വാസമാണ്. എന്നാൽ യുക്തിയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഈശ്വര വിശ്വാസമാണ്. പടച്ചവനുണ്ട് എന്ന വാദഗതിയാണ് യുക്തിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ ഇടയിൽ നടക്കുന്ന ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് പറഞ്ഞാൽ, യുക്തിയില്ലാ വാദത്തെ, യുക്തിയുമായി ബന്ധമില്ലാത്ത വാദത്തെ യുക്തിവാദമായി അവതരിപ്പിക്കുകയും യുക്തിപൂർണമായ യുക്തിഭദ്രമായ വാദത്തെ അയുക്തിവാദമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം കാലങ്ങളായി നമ്മൾ ഇങ്ങനെ കേട്ടും കണ്ടും കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദാഹരണം പറയാം. ഈ പോഡിയം ഞാൻ പറയാൻ, ഈ പോഡിയം ഒരാൾ വന്നിട്ട് ഇതിനെപ്പറ്റി പറയാണ്, ഈ പോഡിയം തന്നെ ഉണ്ടായതാണ്. ഈ പറയുന്ന സ്റ്റീലും ഇതിൻ്റെ നടുവുള്ള ബോർഡും ഇതിൻ്റെ കാലുകളുമെല്ലാം ഒരാളുടെ സഹായവും സഹകരണവും പരിശ്രമമൊന്നുമില്ലാതെ തന്നെ ഉണ്ടായതാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതൊരു വാദഗതിയായി നിങ്ങൾ മാറ്റിവെക്കുക. ഒരാൾ വന്ന് പറയാണ്, ഇതിൻ്റെ പിന്നിൽ ചില പണിക്കാരുണ്ട്, വെൽഡിങ് പണിക്കാരുണ്ട്, മോൾഡിങ് പണിക്കാരുണ്ട്, ബോർഡ് പണിക്കാരുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു കമ്പനിയുണ്ട്, ചില ആളുകളൊക്കെ ഉണ്ട്, കച്ചവടക്കാരുണ്ട്, ട്രേഡേഴ്സ് ഉണ്ട് എന്ന് വേറൊരാൾ പറഞ്ഞാൽ അതും ഒരു വാദഗതയായി എടുക്കുക. ഏതാണ് പ്രിയപ്പെട്ടവരെ യുക്തിവാദം? ഏതാണ് യുക്തിവാദം? ഒരാൾ വന്നിട്ട് ഇത് തന്നെ ഉണ്ടായതാണ്, ഇത് തന്നെ ഇങ്ങനെ മടങ്ങിയതാണ്, ഇതിൻ്റെ ഈ ഷെയ്പ്പൊക്കെ തന്നാലെ സ്വയം രൂപപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ യുക്തിവാദമായി അംഗീകരിക്കുമോ? അതല്ല, ഇതിൻ്റെ മുന്നിൽ വ്യക്തമായ കൈകളുണ്ട്, ക്രിയകളുണ്ട്, പരിശ്രമങ്ങളുണ്ട്, പണികളുണ്ട്, കച്ചവടക്കാരുണ്ട്, അങ്ങനെയാണ് ഇത് പോഡിയത്തിൻ്റെ രൂപത്തിൽ ഇവിടെ എത്തിയത് എന്ന് പറയുന്നതിനെ നമ്മൾ യുക്തിവാദമായി അംഗീകരിക്കുമോ? തീർച്ചയായും ഇങ്ങനെ ഇതിവിടെ എത്താൻ ഇതിൻ്റെ പിന്നിൽ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ യുക്തിവാദമായി അംഗീകരിക്കുക എന്നാണെങ്കിൽ, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ പിന്നിൽ, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അനന്യമായ കൃത്യവും നിയതവും വ്യക്തവുമായ സിസ്റ്റത്തിൻ്റെ പിന്നിൽ, ക്രമത്തിൻ്റെ പിന്നിലെല്ലാം ഒരു കൈയുണ്ട്, ഒരു സംവിധായകനുണ്ട്, ഒരു രാജാവുണ്ട്, ഒരു നിയന്താവുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറയുന്നതാണോ യുക്തി? അതല്ല, ഇതെല്ലാം യാദൃച്ഛികതയുടെ ഫലമാണ്, ഇതെല്ലാം തന്നുണ്ടായതാണ്, ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ പൊട്ടുമുളച്ചതാണ് എന്ന് പറയുമ്പോൾ അതാണോ യുക്തി? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിരോധാഭാസമാണ് യുക്തിയില്ല നിരീശ്വരവാദത്തെ യുക്തിവാദമായി കണക്കാക്കുകയും യുക്തിഭദ്രമായ ഈശ്വരവാദത്തെ യുക്തിയില്ലാവാദമായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയെക്കുറിച്ച് തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം, ആ ദൂരത്തിൽ നിന്ന് കുറച്ച് കൂടുതലായിരുന്നെങ്കിൽ തണുത്തുറഞ്ഞു പോയേനെ. ദ്രവരൂപത്തിൽ വെള്ളം കിട്ടാതെ, ഇവിടെയുള്ള സസ്യലതാദികളും പച്ചപ്പും ഒന്നുമില്ലാതെ ഭൂമി ജീവയോഗ്യമല്ലാത്തൊരു ഗ്രഹമായി മാറിയേനെ. നേരെ മറിച്ച് ആ ദൂരം കുറച്ച് കുറഞ്ഞ് സൂര്യനോട് അടുത്തുള്ളതായിരുന്നെങ്കിൽ ജലം മുഴുവൻ ബാഷ്പമായി അന്തരീക്ഷത്തിലേക്ക് ഒഴുകി ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ഒരു ജീവന്റെ നാമ്പ് പോലും പൊട്ടിമുളക്കാത്ത രൂപത്തിൽ ജൈവയോഗ്യമല്ലാത്തൊരു ഗ്രഹമായി ഈ ഭൂമി മാറിയേനെ. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ കറക്കം, അതിൻ്റെ സൂര്യന്റെ ചുറ്റിലുമുള്ള കറക്കം, അതുപോലെ തന്നെ അതിൻ്റെ അച്ചുതണ്ടിലുള്ള ഋതുക്കൾ മാറി മാറി വരുന്നതിന് വേണ്ടിയുള്ള ചെരിവ്, ഇതെല്ലാം യാദൃച്ഛികതയുടെ ഫലമാണ്, തന്നെയുണ്ടായതാണ് എന്ന് വാദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്ക്. നൈരന്തര്യമാണ് ശാസ്ത്രത്തിന് നിദാനം എന്ന് നമുക്കറിയാം. ഇവിടെ കൃത്യമായ ഒരു ക്രമമുള്ളത് കൊണ്ടാണ് മനുഷ്യന് ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ ഏത് വിഷയമാണ് പഠിക്കാൻ സാധിക്കുക? റോക്കറ്റ് സയൻസ് മുതൽ നാം നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്ന വളരെ ചെറിയ ഫോട്ടോസിന്തസിനെ കുറിച്ചുള്ള, പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവടക്കം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തിന്, ഈ ഭൂമിക്ക്, സൂര്യന്, ചന്ദ്രന്, ഗ്രഹങ്ങൾക്ക്, തമോഗർത്തങ്ങൾക്ക്, ഈ മഹാപ്രപഞ്ചത്തിന് മുഴുവൻ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്, ഒരു ക്രമമുള്ളത് കൊണ്ടാണ്. ആ ക്രമമെല്ലാം യാദൃച്ഛികതയുടെ ഫലമാണെന്ന് വാദിക്കുന്നവരുടെ തലച്ചോറുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു നമ്മൾ. യഥാർത്ഥത്തിൽ പ്രോബബിലിറ്റി തിയറി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ 1 മുതൽ 10 വരെ 10 കടലാസിന്റെ തുണ്ടുകളിൽ എഴുതുക, 1 മുതൽ 10 വരെ. എന്നിട്ട്
ഈ 10 കടലാസുകളും ഒരു ഡബ്ബയിലിട്ടുകൊണ്ട് കുലുക്കുക. എന്നിട്ട് അതിന്റെ മൂടി തുറന്നിട്ട് ഓരോന്നെടുക്കുക. ഒരാൾ പറയാണ്, ഞാൻ യാദൃച്ഛികമായി ആദ്യം 1 എടുത്തു, പിന്നെ 2 എടുത്തു, പിന്നെ 3 എടുത്തു, പിന്നെ 4 എടുത്തു, പിന്നെ 5 എടുത്തു, പിന്നെ 6 എടുത്തു, 10 വരെ ഞാൻ ക്രമത്തിൽ നോക്കാതെ ഞാൻ വെറുതെ ഒന്ന് എടുത്തപ്പോൾ 10 വരെ എനിക്ക് കൃത്യമായി കിട്ടി എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾ പറയുന്നത് പച്ചക്കളവാണ് എന്ന് പ്രോബബിലിറ്റി വെച്ച് നമുക്ക് തെളിയിക്കാൻ കഴിയും. സാധ്യമല്ലത്. അങ്ങനെ ഒരാൾക്ക് എടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, ക്രമപ്പെടുത്തേണ്ടതുണ്ട്. ഈ മഹാപ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന അനന്യമായ ക്രമം, ആ ക്രമം വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിച്ചത്. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിലും വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിന്റെ പരപ്പിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാ, ആകാശലോകത്ത് നിന്ന് ഉപരിലോകത്ത് നിന്ന് പടച്ചറബ് വർഷിപ്പിച്ചു തരുന്ന മഴയിലും ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, എന്നിട്ട് നിർജീവമായി കിടക്കുന്ന ഭൗമപ്രതലത്തെ ആ മഴയിലൂടെ പുനർജീവിപ്പിക്കുന്നതിലും വബസ്സ മിൻഹുമാ വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിച്ച് സഞ്ചരിക്കപ്പെടുന്ന മേഘപാളികളിലുമെല്ലാം ലആയാതിൽ ലിഖൗമി യഅഖിലൂൻ, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, അത്ഭുതമുണ്ട്. ലആയാതിൽ ലിഖൗമി യഅഖിലൂൻ, ആയാത്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. അടയാളമുണ്ട്, ദൃഷ്ടാന്തമുണ്ട്, അത്ഭുതമുണ്ട്, ചിന്തിക്കാനുള്ള വകയുണ്ട് എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തുകളൊക്കെ പ്രിയപ്പെട്ടവരെ കേവലം ഒരു ഒഴുക്കമട്ടിൽ അല്ല പറഞ്ഞു പോകുന്നതല്ല. ഇവിടെ പടച്ചവൻ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ യുക്തിവാദികളും നിരീശ്വരവാദികളും അടക്കമുള്ള അഹങ്കാരം കൊണ്ട് തലച്ചോറ് മൂടപ്പെട്ട വലിയൊരു ജനവിഭാഗത്തോടാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? ആകാശത്തിലേക്ക് നോക്ക്, ഭൂമിയിലേക്ക് നോക്ക്, രാത്രി പകൽ, മേഘപാളികൾ, ജീവജാലങ്ങൾ, ഭൗമോപരിതലം, വെള്ളം എല്ലാം നിങ്ങൾ നോക്ക്. ഇതെല്ലാം യാദൃച്ഛികതയാണോ? അതല്ല. കുറ്റമറ്റ സംവിധാനത്തിന്റെ പിന്നിൽ ഒരു നിയന്താവിന്റെ ഒരു സംവിധായകന്റെ നിലനിൽപ്പ് വിളിച്ചോതുന്നതാണോ എന്ന് അല്ലാഹു ചോദിക്കാൻ. ലആയാതിൽ ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ? എങ്ങനെയാണ് ഈ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം മൂടിവെക്കാൻ കഴിയുന്നത്, കാണാതിരിക്കാൻ കഴിയുന്നത്? പരിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം കേട്ടാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്തബ്ധരായി പോകും, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഖുർആന്റെ ഒരു വാക്ക് കേട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ അറിയോ? ചില മനുഷ്യരെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും എന്തേ ഇവർ ചിന്തിക്കാത്തത്, എന്തേ ഇവർ നന്നാവാത്തത്, എന്തേ ഇവർ ആലോചിക്കാത്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? അതിന്റെ മറുപടി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരുന്നുണ്ട്. അല്ലാഹു പറയാൻ, സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്. ശരിക്കും ആലോചിച്ച് പഠിക്കേണ്ട ഒരു ആയത്താണിത്. എൻ്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്, എൻ്റെ ആയത്തുകളെ തൊട്ട് ഈ ദുനിയാവിൽ അന്യായമായി അഹങ്കരിച്ച് നടക്കുന്നവരെ ഞാൻ തട്ടിക്കളയുന്നതാണ്, അവരെ ഞാൻ തട്ടിമാറ്റിക്കളയുന്നതാണ്, വഴിമാറ്റിക്കളയുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ദൈവനിഷേധികളാക്കുന്നത് ഒരിക്കലും അവരുടെ യുക്തിയോ പഠനമോ ഗവേഷണങ്ങളോ അല്ല, മറിച്ച് അഹങ്കാരമാണ്, അഹംഭാവമാണ്. ഈ പ്രപഞ്ചം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ കണ്ടെത്തിയ ഈ പ്രപഞ്ചം വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. അല്ലാഹു പറഞ്ഞത് എന്താണ്? വമാ
ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. വളരെ കുറച്ച് അറിവ് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ 4.5% മാത്രമേ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള 95% ഇനിയും ബാക്കി കിടക്കുകയാണ്. ഈ 4.5%-ലെ ഏതോ ഒരു മൂലയിലുള്ള ക്ഷീരപഥത്തിന്റെ ഏതോ ഒരു ഭാഗത്തുള്ള സൗരയൂഥത്തിന്റെ 8ഓളം 9ഓളം ഗ്രഹങ്ങളിലൊരു ഗ്രഹമായ ഭൂമിയുടെ എത്രയോ മനുഷ്യരിലൊരു മനുഷ്യനായ ഒരു യുക്തിവാദി പറയുകയാണ്, ഈ മഹാപ്രപഞ്ചത്തിനൊരു ദൈവമില്ല, ഈ മഹാപ്രപഞ്ചത്തിനൊരു സംവിധായകനില്ല, ഈ മഹാപ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയുമ്പോ അവനെ കൊണ്ടത് പറയിപ്പിക്കുന്നത് അവന്റെ അഹങ്കാരമാണ്, അഹംഭാവമാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ കാണാൻ, ഈ പറയപ്പെട്ട അത്ഭുതങ്ങൾ കാണാനും മനസ്സിലാക്കാനും അവന് സാധ്യമല്ല. കാരണം അല്ലാഹു അവനെ തെറ്റിക്കുന്നതാണ്, അവനെ ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് തട്ടിമാറ്റുന്നതാണ്. എന്നിട്ട് ഈ ആളുകളുടെ ചില അടയാളങ്ങളെ കുറിച്ച് പടച്ചറബ് പറയുകയാണ്, എത്ര ദൃഷ്ടാന്തങ്ങൾ അവരെ കണ്ടാലും, എത്ര അത്ഭുതങ്ങൾ അവരെ കണ്ടാലും ആ അത്ഭുതങ്ങളിൽ അവരൊരിക്കലും വിശ്വസിക്കുകയില്ല, അവരൊരിക്കലും അത് തിരിച്ചറിയുകയില്ല. എന്നിട്ടല്ല പറയുന്നു, അവർ സദാചാരം കണ്ടാൽ, ധാർമ്മികത കണ്ടാൽ, നന്മയുടെ വഴി കണ്ടാൽ, നേരിന്റെ വഴി കണ്ടാൽ, സത്യത്തിന്റെ വഴി കണ്ടാൽ, നീതിയുടെ വഴി കണ്ടാൽ അത് ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല, അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. അല്ലാഹുവിന്റെ വല്ലാത്ത വാക്കാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ വക്രതയുള്ള, വളഞ്ഞു തിരിഞ്ഞ, വൃത്തികെട്ട, അധാർമികതയുടെ, വൃത്തികേടിന്റെ, സംസ്കാരമില്ലായ്മയുടെ, തോന്നിയവാസത്തിന്റെ വഴികൾ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരതാ അത് സ്വീകരിക്കുന്നതാണെന്ന് പടച്ചറബ് പറയുകയാണ്. എത്ര കൃത്യമായി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ അല്ലാഹു ഈ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ചില അഹങ്കാരികളെ അള്ളാഹുവിന്റെ ആയത്തിൽ നിന്ന് പടച്ചോൻ തട്ടിക്കളയും. പടച്ചോന്റെ അസ്തിത്വത്തിലേക്ക് എത്താൻ അവർ കഴിയില്ല. എന്നിട്ട് അവരുടെ പ്രത്യേകത എന്തായിരിക്കും? നേരിന്റെ ഒരു മാർഗം കണ്ടാൽ അവരതിനെ എതിർക്കും. എന്നാൽ വക്രതയുടെ, വളവിന്റെ, വൃത്തികേടിന്റെ, തോന്നിയവാസത്തിന്റെ ഒരു വഴി കണ്ടു കഴിഞ്ഞാൽ അവരതിനെ സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിനേക്കാൾ വലിയൊരു തെളിവ് മറ്റെന്താണ് നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ? നവനാസ്തികരായ ആളുകൾ ലിബറലിസത്തെയും അതുപോലെ തന്നെ ഹോമോസെക്ഷുവാലിറ്റിയെയും സ്വതന്ത്ര ലൈംഗികതയെയും എല്ലാം നെഞ്ചിലേറ്റിക്കൊണ്ട് അതൊരാദർശമായി പറഞ്ഞു പഠിപ്പിക്കുന്ന ഇന്നിന്റെ ദുരന്തത്തിന്റെ കാരണം എന്താണെന്ന് പടച്ചറബ് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചതാണ്. എന്താണ് അതിന്റെ കാരണം? അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ നിന്ന്, ദൈവിക വെളിച്ചത്തിൽ നിന്ന്, ദിവ്യ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് സ്വയം അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ മതത്തെയും ദൈവത്തെയും എല്ലാം അവഹേളിക്കുക. ഒന്ന്, അവരുടെ അഹങ്കാരം കൊണ്ടാണ്. 2, അവരുടെ പല ഇഷ്ടങ്ങൾക്കും അത് തടസ്സം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ പല ആഗ്രഹങ്ങൾക്കും അത് തടസ്സം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ദൈവവിശ്വാസിയാണെങ്കിൽ വിചാരിച്ചതുപോലെ ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല. വിചാരിച്ച പെണ്ണിന്റെയും ആണിന്റെയും കൂടെ സ്വതന്ത്രമായി പാറിപ്പറന്ന് നടക്കാൻ കഴിയില്ല. ദൈവവിശ്വാസിയാണെങ്കിൽ അവന്റെ സമ്പാദ്യത്തിന് കൃത്യമായ വിലക്കുകളുണ്ട്, കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. അവൻ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ പരിധിയും പരിമിതിയും ഭൂമികയും ഉള്ളത് കൊണ്ട് തന്നെ ആ പരിധിയില്ലാത്ത, പരിമിതിയില്ലാത്ത, ഭൂമികയില്ലാത്ത, നിരോധനങ്ങളില്ലാത്ത, നിയമങ്ങളില്ലാത്ത, മനസ്സിന് തോന്നുന്നതെന്നും പ്രവർത്തിക്കാൻ കഴിയുന്ന അധാർമികതയുടെ കൂത്തരങ്ങായ സ്വാതന്ത്ര്യത്തിന്റെ മേച്ചിൽ പുറങ്ങൾ തേടി യുവാക്കൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. ആലോചിച്ചു പ്രിയപ്പെട്ടവരെ, ഇന്ന് ലിബറലിസ്റ്റുകളായ ആളുകൾ യുവ തലച്ചോറുകളെ തെറ്റിക്കാൻ ശ്രമിക്കുന്നത്, വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏത് രീതിയിലാണ്? ഒരു മനുഷ്യന് 3 സുരക്ഷാ വലയങ്ങൾ പടച്ചോനുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പ്രകൃതിയ 3 സുരക്ഷാ വലയങ്ങൾ ദൈവം ഒരു മനുഷ്യന് നൽകിയിട്ടുണ്ട്, അള്ളാഹു ഒരു മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ സുരക്ഷാ വലയം മതബോധം തന്നെയാണ്, പടച്ചോനെ കുറിച്ചുള്ള ചിന്ത തന്നെയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം തന്നെയാണ്. ഈ ബോധത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ആരും കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും സാമൂഹ്യമായ കെട്ടുക്കുടുക്കുകൾക്ക് ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നാലും സ്വതന്ത്രമായി ആരും അറിയാത്ത നാട്ടിലെത്തിയപ്പെട്ട് പൂർണ്ണ സ്വകാര്യതയിൽ നിൽക്കുന്ന സമയത്തും ഒരു മനുഷ്യനെ ധാർമ്മികതയിലും സദാചാരത്തിലും ഉറപ്പിച്ചു നിൽക്കാൻ മാത്രം പ്രാപ്തിയുള്ള, പൊട്ടൻഷ്യലുള്ള
ഒന്നാണ് യഥാർത്ഥത്തിൽ മതബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചിന്തകർ ആദ്യമായി ആക്രമിക്കുക മതബോധത്തെയാണ്, മതചിന്തകളെയാണ്, ദൈവിക ചിന്തകളെയാണ്. കാരണം മനുഷ്യന്റെ പരസ്യത്തിലും രഹസ്യത്തിലും അവനെ നിയന്ത്രിക്കാൻ പൊട്ടൻഷ്യലുള്ള മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റൊരു സംവിധാനം നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇതിനെ തകർത്താൽ മാത്രമേ അധാർമികതയുടെ ABCD രചിക്കുന്നതിന് തുടക്കം കുറിക്കാൻ കഴിയുകയുള്ളൂ എന്നവർക്ക് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് മതപരമായ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, വിശ്വാസങ്ങളെയെല്ലാം ഇകഴ്ത്തി കാണിച്ച് അവയെല്ലാം പഴഞ്ചനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് പഠിപ്പിച്ച് അവയെല്ലാം 6-ാം നൂറ്റാണ്ടിന്റെ വിദണ്ഡവാദങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രൊപഗണ്ടകളിലൂടെ, മീഡിയകളിലൂടെ, പ്രചാരങ്ങളിലൂടെ വിശ്വാസികളുടെ മനസ്സിൽ മതത്തോടൊരു തരത്തിലുള്ള വെറുപ്പും മറപ്പും പുച്ഛവും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അവരുടെ ഒന്നാമത്തെ രീതി. ഇനി ഈ മതമാകുന്ന സംരക്ഷണ വലയത്തിൽ നിന്ന് ഈ പറയുന്ന മനുഷ്യർ പുറത്തേക്ക് വന്നാലോ? മതമാകുന്ന സംരക്ഷണത്തിൽ നിന്ന് ഈ പറയുന്ന മനുഷ്യർ പുറത്തേക്ക് വന്നാൽ അവിടെ അടുത്തൊരു സുരക്ഷാ വലയമുണ്ട്. അതാണ് കുടുംബം. മതമില്ലാത്തവനും കുടുംബമുണ്ടാവും, മതമില്ലാത്ത മനുഷ്യനും കുടുംബമുണ്ടാവും. കുടുംബത്തിന്റെ സെന്റിമെന്റ്സുകൾ ഉണ്ടാവും. ഉമ്മയോട്, ഉപ്പയോട്, മക്കളോട്, ഭാര്യയോട് കടമകളും കടപ്പാടുകളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ താൻ തോന്നിയായി ജീവിക്കുന്നതിൽ നിന്ന് ഒരു മനുഷ്യനെ അത് തടയും. ഈ കുടുംബം എന്ന സംവിധാനത്തെ തകർക്കാൻ സ്വതന്ത്ര ചിന്തകൾ, ലിബറലുകൾ 2 രീതിയിലാണ് ശ്രമം നടത്തുക. ഒന്ന്, മാതാപിതാക്കളോടുള്ള കടമകളെ ഇകഴ്ത്തി കാണിക്കുക. അതിനവർ തിരഞ്ഞെടുക്കുന്ന വഴി എന്താണ്? യുവാക്കളെ, യുവതികളെ പറഞ്ഞു പഠിപ്പിക്കുക. നിങ്ങൾക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ, ഒരാണിനോട് ഇഷ്ടം തോന്നിയാൽ പിന്നെ നിങ്ങൾ ഉമ്മയുടെയോ ഉപ്പയുടെയോ അമ്മയുടെയോ അച്ഛൻ്റെയോ കണ്ണുനീരോ സെന്റിമെന്റ്സുകളോ വേദനകളോ അവിടെ പരിഗണിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ പരിഗണിക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം മാത്രമാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ തേട്ടം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന, നിങ്ങളുടെ സഞ്ചാരപഥത്തിന്റെ മുന്നിൽ വിലങ്ങ് തടിയായി വരുന്ന എല്ലാവരെയും തട്ടിമാറ്റാനുള്ള ധീരത നിങ്ങൾക്കുണ്ടാവണം എന്ന് ഈ പറയുന്ന യുവ മനസ്സുകളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. തോന്നിയവാസം ആദർശവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതിന്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ, കോടതി മുറികളിൽ 10, 18, 20, 22 കൊല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല നാളുകൾ മുഴുവൻ ഹോമിച്ചുകൊണ്ട് പോറ്റി പഠിപ്പിച്ചു വളർത്തിയ മകൾ, ആ ഉമ്മയും ഉപ്പയും അപ്പുറത്തെ കൂട്ടിൽ നിൽക്കുമ്പോ അവരുടെ കണ്ണുനീരിന് ഒരു പുല്ല് വില പോലും നൽകാതെ, ഒരു തരിമ്പ് വില പോലും നൽകാതെ, ഇന്നലെയോ മെനയാന്നോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസത്തിലോ കഴിഞ്ഞ കൊല്ലത്തിലോ കണ്ട തൻ്റെ കാമുകന്റെ കൂടെയുള്ള ജീവിതമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അവന്റെ കൂടെ പോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലൊരു വികാരമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുക എന്ന വലിയ ആദർശമാണ് ഞാൻ നിറവേറ്റുന്നത് എന്ന ബോധമുള്ളത് കൊണ്ടാണ് കോടതി വരാന്തകളിലും കോടതി വളപ്പുകളിലും പൊട്ടിക്കരയുന്ന മാതാപിതാക്കളുടെ ചരിത്രങ്ങൾ ആവർത്തിച്ച് രചിക്കപ്പെടുന്നതെന്ന് മാത്രമല്ല, ആ മാതാപിതാക്കളുടെ കണ്ണുനീരുകൾക്ക് ഈ പറയുന്ന പൈതങ്ങളെ, ഈ പറയുന്ന കുട്ടികളെ തിരിച്ചു പിടിക്കാൻ കഴിയാത്തത്, തിരിച്ചു വലിക്കാൻ കഴിയാത്തത് അവരുടെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ളൊരു മൂടി ലിബറലുകൾ ഉണ്ടാക്കിയെടുത്തു എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കുട്ടി ഒളിച്ചോടിയാൽ ഉമ്മയുടെയോ ഉപ്പയുടെയോ അമ്മയുടെയോ അച്ഛൻ്റെയോ ഇഷ്ടമില്ലാതെ, അവരുടെ ഒത്താശയില്ലാതെ, അവരുടെ സമ്മതമില്ലാതെ 18 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടി ഇവിടെ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാൽ, കോടതിയിലേക്ക് കേസെത്തിക്കഴിഞ്ഞാൽ നിയമം ആ കുട്ടിയുടെ പക്ഷത്താണ്. നിയമത്തിന് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഇന്നലകളിൽ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും കാണേണ്ടതില്ല. അതുപോലെ തന്നെ മീഡിയ ചർച്ചയിൽ വന്നാൽ മീഡിയകളിൽ നടക്കുന്ന പ്രചണ്ഡ പ്രചരണങ്ങളും ചർവിത ചർവണങ്ങളും എല്ലാം ആ കുട്ടിയുടെ പക്ഷത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ആ കുട്ടിയുടെ ഇഷ്ടമാണ് എല്ലാം. മാതാപിതാക്കൾ നൽകിയതൊന്നും വിലയില്ലാത്തതാണ്. മാതാവ്, പിതാവ് എന്ന കുടുംബത്തിന്റെ ആണിക്കല്ലുകളായ 2 ഇൻസ്റ്റിറ്റ്യൂഷനുകളെ, 2 വ്യക്തികളെ ഒന്നുമല്ലാതാക്കി കളയുക എന്നതാണ് കുടുംബ സംവിധാനത്തെ തകർക്കാൻ ലിബറലുകൾ കണ്ടെത്തിയ ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം എന്താണ്? ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന 2 വ്യക്തികൾ ഉണ്ടാകാൻ കാരണമാകുന്ന വിവാഹമെന്ന പരിശുദ്ധ ഇസ്ലാം മീതാഖൻ ഖലീല എന്ന് പഠിപ്പിച്ച, ശക്തമായ ഉടമ്പടി എന്ന് പഠിപ്പിച്ച ആ വിവാഹത്തെ
കുറച്ചു കാണിക്കുക എന്നതാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ജീവിതം കുളം തോണ്ടുന്നതാണ്, ജീവിതം കുളമാക്കുന്നതാണ്, ആകെ ജീവിതത്തിന്റെ എല്ലാ രസങ്ങളും മുറിച്ചു കളയുന്നതാണ് വിവാഹം. അതുകൊണ്ട് വിവാഹം കഴിക്കരുത്. അതുകൊണ്ടാണ് കേരളക്കരയിൽ മഹാഭൂരിപക്ഷം വരുന്ന പെൺകുട്ടികളും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. 50% ആൺകുട്ടികൾക്ക് വധുവിനെ കിട്ടുന്നില്ല, ഇണയെ കിട്ടുന്നില്ല എന്ന വാർത്ത ഈ അടുത്ത കാലത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിങ്ങൾ വിചാരിക്കും പെൺകുട്ടികൾ മാത്രമാണ് വിവാഹത്തിന് സമ്മതിക്കാത്തത് എന്നല്ല, ആൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. കാരണം ഈ തലമുറയിലുള്ള ഇന്നത്തെ വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുന്ന തലമുറയിലുള്ള പെൺകുട്ടികളിലുള്ള ആ പെൺകുട്ടികളുടെ കൂടെയുള്ള ആൺകുട്ടികൾ അവർക്ക് വിവാഹാലോചന വരാൻ ഇനിയും വർഷങ്ങളെടുക്കും. സാധാരണഗതിയിൽ സമൂഹം ആൺകുട്ടികൾക്ക് വിവാഹം ആലോചിക്കുക 24, 25, 26 വയസ്സുകളിലാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ 18, 19, 20, 21, 22 ആ വയസ്സുകളിലാണ്. ഈ വയസ്സുകളിലുള്ള പെൺകുട്ടികൾ വിവാഹത്തോട് നോ പറയുന്നുണ്ടെങ്കിൽ ഇനി 3, 4, 5 വർഷം കഴിഞ്ഞാൽ ആൺകുട്ടികളും വിവാഹത്തിന് തയ്യാറാകുന്നില്ല എന്ന വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയും. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകർ, ഈ പറയുന്ന നവനാസ്തികർ വിവാഹമെന്ന സംവിധാനത്തെക്കുറിച്ച്, കുടുംബമെന്ന സംവിധാനത്തെക്കുറിച്ച് പുതിയ തലമുറയുടെ മനസ്സുകളിൽ ഉണ്ടാക്കി കൊടുത്ത അനാവശ്യ ചിന്തകളാണ്, അനാവശ്യ തെറ്റിദ്ധാരണകളാണ്. മാത്രമല്ല മുതിർന്ന തലമുറക്ക് അവരുടെ തെറ്റിദ്ധാരണ കൂട്ടുന്നതിൽ നല്ല പങ്കുണ്ട്. കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത, സ്ത്രീകൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ കഴിയാത്ത പുരുഷന്മാർ തങ്ങളുടെ വീടുകളിൽ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ മനസ്സിൽ അനാവശ്യമായ റാഡിക്കൽ ഫെമിനിസം പോലെയുള്ള വൃത്തികെട്ട ചിന്തകൾക്ക് വിത്തുപാകാൻ അവ കളമൊരുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം എന്ന സംവിധാനം അത് നിലവിലുള്ള കുടുംബത്തെ തകർത്ത് കളയുന്നതോടൊപ്പം ഇനിയൊരു കുടുംബ സംവിധാനം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമടക്കം ഇവിടെ ലിബറലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കുടുംബ സംവിധാനം കൂടി തകർന്നാൽ, മതമില്ലാതെയായി കുടുംബമില്ലാതെയായി കഴിഞ്ഞാൽ മൂന്നാമതായി പിന്നെ നിലനിൽക്കുന്നത് സമൂഹത്തിലുള്ള സദാചാരബോധം മാത്രമാണ്. സമൂഹത്തിനൊരു സദാചാരബോധമുണ്ട്, സമൂഹത്തിനൊരു ചിട്ടയുണ്ട്, സമൂഹം ഉൾക്കൊള്ളുന്ന ഒരു ധാർമ്മികതയുണ്ട്, സാമൂഹിക ക്രമങ്ങളുണ്ട്. ഈ സാമൂഹിക ക്രമങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കുക എന്നതാണ് അടുത്തതായി ലിബറലുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി നിലവിൽ കൊണ്ടുവരണമെന്നൊക്കെ ചില ആളുകൾ സംസാരിച്ചത്. ജെൻഡർ ന്യൂട്രാലിറ്റി വരുന്നതിലൂടെ എന്താണ് സംഭവിക്കുക? ജെൻഡർ ന്യൂട്രാലിറ്റി പറയുന്നത് എന്താണ്? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പ്രസവിച്ച പെണ്ണിനോടോ ആ പെണ്ണിന്റെ ഭർത്താവിനോടോ ചോദിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നാണ്, ചോദിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ജനിക്കുന്നില്ല. അവർ വളർന്നു വലുതായി അവർക്ക് തോന്നണം ഞാൻ ആണാണോ പെണ്ണാണോ, അതിനനുസരിച്ച് മാത്രമേ ആ കുട്ടികളെ ആണായും പെണ്ണായും തീരുമാനിക്കാൻ പാടുള്ളൂ എന്ന വാദമെങ്ങാനും ഇവിടെ ഒരു സിസ്റ്റമായി നിലവിൽ വന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക, എന്തായിരിക്കും ഈ സമൂഹത്തിന്റെ അവസ്ഥ? ഈ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? സ്വന്തം ജെൻഡർ തീരുമാനിക്കാൻ, സ്വന്തം സെക്സ് തീരുമാനിക്കാൻ ഹോസ്പിറ്റലുകൾക്കും സൈക്കോളജിസ്റ്റുകൾക്കും മുന്നിൽ ക്യൂ നിൽക്കുന്ന ഒരു ദുരന്തമായിരിക്കും ഇവിടെ ഉണ്ടാവുക. സമൂഹം മുന്നോട്ട് വെക്കുന്ന സദാചാരവും അവിടെ തകർന്നു കഴിഞ്ഞു, സമൂഹം ഉദ്ഘോഷിക്കുന്ന സദാചാരവും അവിടെ തകർന്നു കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പുതിയ കാലത്ത് 21ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ ഒരുപാട് വളർന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയ സംഗതിയാണെന്നൊക്കെ നമ്മളൊരു പക്ഷെ തെറ്റിദ്ധരിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഇന്നും ഇന്നലെ ഉണ്ടായതൊന്നല്ല. സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഇത്തരം ചിന്താഗതികൾക്ക്. ഈ പറയുന്ന സമൂഹത്തിൽ സദാചാരം പറയുന്ന ആളുകൾക്ക് ഒരു ഓമന പേരുണ്ടല്ലോ. എന്താണ് ഓമന പേര്? സദാചാര ഗുണ്ടകൾ എന്നാണ്, സദാചാര പോലീസ് എന്നാണ്. ചെറിയ 16ഉം 17ഉം വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും സ്വതന്ത്രമായി ബീച്ചരുകളിലും കാടുകളിലും അതുപോലെ മലയോരങ്ങളിലും എല്ലാം ഇരുന്ന് അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യുമ്പോൾ അവരുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രായത്തിലുള്ള ആളുകൾ വന്ന് എതിർക്കുമ്പോൾ അരുതു മകനെ മകളെ എന്ന് പറയുമ്പോൾ അവരെ വിട്ട് വിളിക്കുന്ന പേരാണ് സദാചാര ഗുണ്ട എന്നത്, സദാചാര പോലീസ് എന്നത്. ഈ പറയുന്ന ആക്ഷേപങ്ങൾ, നന്മ പറയുന്നവരെ ധർമ്മം പറയുന്നവരെ ആക്ഷേപിക്കുന്ന ഈ ഇരട്ടപ്പേരുകൾ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. നിങ്ങൾ സൂറത്തുൽ ആറാഫ് എന്നെടുത്ത് വായിച്ചു നോക്കണം. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തിൽ നിലനിന്നിരുന്ന സ്വർഗാനുരാഗത്തെ, ഹോമോസെക്ഷുവാലിറ്റിയെ, നഖശികാന്തം എതിർത്തപ്പോ അവിടെ ഉണ്ടായിരുന്ന
ഇതിന്റെ വക്താക്കളായ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ആലോചിച്ചു പോവും. ഇപ്പൊ ഖുർആൻ 21-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണെന്ന് ആലോചിച്ചു പോവും. 21-ാം നൂറ്റാണ്ടിൽ ഈ സദാചാര ഗുണ്ടകൾ എന്നൊക്കെ പറയാൻ തുടങ്ങിയതിന് ശേഷം എഴുതുന്നതാണെന്ന് ആലോചിച്ചു. അത്രക്ക് വ്യക്തമായി നമുക്കതിൽ കാണാൻ കഴിയും. എന്താ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഇന്നകും ലതഅതൂന റിജാൽ ശഹ്വതൻ മിൻ ദൂനിൻ നിസാ ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. എന്ത് തെമ്മാടിത്തമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് വൃത്തികേടാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ പ്രാപിക്കേണ്ടതിന് പകരം നിങ്ങളിതാ പുരുഷന്മാരെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിതാ വളരെ വൃത്തികെട്ട വഴിയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ സമൂഹത്തിന്റെ സകല ക്രമങ്ങളും അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോ അതാ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലൂ അഖ്രിജൂഹും മിൻ ഖർയതികും ഇന്നഹും മുനാസി യതതഹറൂൻ. ആ ജനതയുടെ മറുപടി എന്തായിരുന്നു? ഏത് കാലഘട്ടത്തെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? മുഹമ്മദ് നബി വരുന്നതിന്റെ മുന്നേ, ഈസാ നബി വരുന്നതിന്റെ മുന്നേ, മൂസാ നബി വരുന്നതിന്റെ മുന്നേ, സക്കരിയ നബി വരുന്നതിന്റെ മുന്നേ, മറിയം ബീവി വരുന്നതിന്റെ മുന്നേ, ചരിത്രം എഴുതപ്പെടുന്നതിന്റെ മുന്നേ, BC കാലഘട്ടത്തിൽ, BC 3000-ലോ 4000-ലോ ഉള്ള കാലഘട്ടത്തിലെ ഒരു സംഗതിയാണ് ഈ പറയപ്പെടുന്നത്. എന്താണ് അവര് പറഞ്ഞത്? ഇവരെ അടിച്ചാട്ടുക, ഇവരെ പറഞ്ഞയക്കുക, ഇവരെ പുറത്താക്കുക. ഇന്നഹും മുനാസി യതതഹറൂൻ. ഇവർ പരിശുദ്ധി നടിക്കുന്ന ഒരു വിഭാഗമാണ്, ഇവർ പരിശുദ്ധി നടിക്കുന്ന ഒരു ആളുകളാണ്, ഇവർ സദാചാര ഗുണ്ടകളാണ്, സദാചാരവാദികളാണ് എന്നാണ് ഇവരെ കുറിച്ച് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സദാചാര ഗുണ്ടകളാണെന്ന് ഇന്ന് നമ്മൾ പറയുന്ന അതേ വാക്കാണ് അന്ന് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഇന്നും ഇന്നലെയും പൊട്ടിമുളച്ചൊന്നുമല്ല. ആധുനികതയുടെയും സാങ്കേതികതയുടെയും പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഫലമായി പൊട്ടിമുളച്ച എന്തോ വെണ്ടക്കയൊന്നുമല്ല ഈ പറയുന്ന ലിബറലിസം, ഈ പറയുന്ന ഹോമോസെക്ഷുവാലിറ്റി, ഈ പറയുന്ന സ്വവർഗാനുരാഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ കൊല്ലങ്ങൾക്ക് മുന്നേ, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ ഇത്തരത്തിലുള്ള അധാർമികതകൾക്ക് വിധേയരാവുകയും എന്നിട്ട് അവിടെ നിന്നെല്ലാം വിട്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് ധർമ്മത്തിന്റെയും സദാചാരത്തിന്റെയും സാമൂഹിക ക്രമത്തിലേക്കും മനുഷ്യർ തിരിച്ചു വന്നു. എന്നിട്ട് ആ പ്രാചീനതയിലേക്ക്, ആ പ്രാകൃതത്വത്തിലേക്കാണ് പിന്നീട് ഇവർ ഈ സമൂഹത്തെ ഇങ്ങനെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ഭുതം തോന്നും ഒരാൾക്ക്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട്? എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആണിന്റെയും പെണ്ണിന്റെയും ശരീര സവിശേഷതകളോടുകൂടി ജനിക്കുന്ന ആളുകൾക്കൊന്നല്ല ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. പിന്നെ 10-25-30 വയസ്സുള്ള നല്ല ഉശിരുള്ള ആണായ ഒരുത്തന് 30-ാമത്തെ വയസ്സിൽ തോന്നാണ് ഞാൻ ആണൊന്നല്ല, ഞാൻ പെണ്ണാണ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഓന് ഭ്രാന്താണ് എന്ന് പറയുന്നതിന് പകരം ഓന്റെ തോന്നലാണ് ശരി. ഓനെ കൊണ്ടുപോയി സർജറി ചെയ്ത് ഓന്റെ അവയവങ്ങൾ മുറിച്ചു മാറ്റി ജെൻഡർ റീഅറേഞ്ച്മെന്റിന് വിധേയമാക്കുന്ന രീതിയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മാനസികമായ രോഗങ്ങളെ സാമാന്യവൽക്കരിക്കുക, ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? ഈ പറയുന്ന തരത്തിലുള്ള തോന്നല് മാത്രമല്ലല്ലോ മാനസിക രോഗങ്ങൾ, പിന്നെ എന്തൊക്കെയുണ്ട്? ചില ആളുകൾക്ക് ഞാൻ പശുവാണെന്ന് തോന്നും, ബോന്ത്രോപ്പി. ചില ആളുകൾക്ക് ഞാൻ പട്ടിയാണെന്ന് തോന്നും, സിനാൻത്രോപ്പി. ചില ആളുകൾക്ക് ഞാൻ ചെന്നായി ആണെന്ന് തോന്നും, ലൈക്കൻത്രോപ്പി. ഇങ്ങനെ പലതരത്തിലുള്ള വിശദീകരിച്ചതും വിശദീകരിക്കാത്തതുമായ മാനസിക രോഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ മാനസിക രോഗങ്ങളെല്ലാം നിലനിൽക്കെ ചില കാര്യങ്ങളെ സാമാന്യവൽക്കരിക്കണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമേയുള്ളൂ. മനുഷ്യന്റെ അവസാനത്തെ പിടിവള്ളിയായ, ധാർമ്മികതയുടെ അവസാനത്തെ സംരക്ഷണ കവചമായ സാമൂഹിക ക്രമം കൂടി തച്ചുടച്ചില്ലാതെയാക്കണം എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സാമൂഹിക ക്രമം കൂടി ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ കേവലം തെരുവുപട്ടികളുടെ നിലവാരത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യന് പിന്നെ ഒരു നിലവാരം ഉണ്ടാവില്ല. ഓന് മതമില്ല, ഓനെ നിയന്ത്രിക്കാൻ കുടുംബമില്ല, സാമൂഹിക ക്രമവും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവൻ ഏതുപോലെ ആവുന്നറിയോ?
ഇറച്ചി കഷ്ണം കാണിച്ചാൽ ഏത് കാട്ടിലേക്കും കയറി വരുന്ന, എവിടേക്കും പോകുന്ന, വിഷം പുരട്ടി കൊടുത്താൽ അതും കടിക്കുന്ന, അണ്ണാക്ക് തൊടാതെ വിഴങ്ങുന്ന, വിദ്യാഭ്യാസമില്ലാത്ത ചാവാലിപ്പട്ടികളുടെ നിലവാരത്തിലേക്ക് സമൂഹത്തിലെ വ്യക്തികൾ, മനുഷ്യന്മാരും എങ്ങനെ ഈ പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഏതാസ്വാദനങ്ങളും സ്വീകരിക്കാനും അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാനും തയ്യാറാവും. അവിടെ നിന്ന് അങ്ങോട്ട് ധാർമ്മികതകളോ നീതിയോ സത്യമോ ധർമ്മമോ മനുഷ്യത്വമോ കാരുണ്യമോ പരാനുകമ്പയോ ഒന്നുമില്ല. അരാജകത്വം നിറഞ്ഞ ഒരു സമൂഹം മാത്രം. കൊല്ലും കൊലയും കൊള്ളയും നിലനിൽക്കുന്ന, വ്യഭിചാരവും വൃത്തികേടും ലഹരിയും നിലനിൽക്കുന്ന, ഒരു കെട്ടുപാടുമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത, ബാന്ധവവുമില്ലാത്ത, മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച അവസ്ഥ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ അവസ്ഥയിലേക്ക് മനുഷ്യരെ കൈപിടിച്ച് നടത്തുക എന്നതാണ് നവനാസ്തികരുടെ, യുക്തിവാദികളുടെ, ലിബറലിസ്റ്റുകളുടെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക.